Hi friends, welcome to Lifestyle of JP. ആനപ്രേമികളായ ഞങ്ങൾ ആദിനാട് ശക്തികുളങ്ങര ദേവസ്വം ബോർഡ് വക ആനയായ സജീവനുമായി ചെലവഴിച്ച കുറച്ച് ദിവസങ്ങളാണ് കേട്ടോ വീഡിയോയിലുള്ളത്. കരുനാഗപ്പള്ളി മഹാദേവന്റെ ഉത്സവ ആവശ്യത്തിനായി കൊണ്ടുവന്നപ്പോൾ ഉള്ളതാണിത്. ആനപ്രേമിയാണെങ്കിലും എനിക്ക് സജീവനെ നല്ല പേടിയായിരുന്നു. പക്ഷെ സജയൻ നന്നേ ശാന്തശീലനായിരുന്നു അപ്പോൾ. നീരുകാലം അടുത്തു വരുന്നത് കൊണ്ട് തന്നെ അവരുടെ ഭക്ഷണ കാര്യത്തിലും വ്യത്യാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പാപ്പാൻ്റെ നിർദ്ദേശപ്രകാരം ബ്രെഡും ബിസ്ക്കറ്റും മാത്രമാണ് ഞങ്ങൾ അവന് കൊടുത്തത്. അപ്പുറത്ത് ഇപ്പുറത്തും കൊമ്പ പിടിച്ചൊക്കെ ഇരുന്നോ. പ്രജിതയെ കാണാൻ പറ്റുന്നില്ല. പ്രജിതയ്ക്ക് പേടിയാവുന്ന കേട്ടോ. ഇതിലേതാ ആനക്കുട്ടി ആരും ചോദിക്കരുത്. ഇതിനകത്ത് ആന ഏതാ അളേതാണെന്നറിയാം. പ്രജിത നമ്മുടെ പ്രത്യേക ആന കൈ തുമ്പിക്കയറ്റി വിളിക്കുന്നത്. വാ പ്രജിത വിളിക്കണ്ട, അത് കയ്യിലിരിക്കുന്നുണ്ട്. അത് പ്രജിത കയ്യിരിക്കുന്നുണ്ട് ആന വിളിക്കുന്നത്. ബിസ്ക്കറ്റ് എല്ലാം എടുത്തോ മോനെ. ഇനി ഒരു വാക്കിൽ ഒരെണ്ണോടുണ്ട്. ഇത്രയും പേടിയുള്ള ഇയാളെ പിന്നെ ഇനി പിന്നെ ആനക്കോട്ടെ പോയി ആന കാണാൻ പോകുന്നത്. ഏകദേശം 2 വർഷം മുൻപത്തെ വീഡിയോ ആണ്. അന്ന് എനിക്കറിയില്ലായിരുന്നു സജയൻ നിരവധി പട്ടങ്ങളും മറ്റും വാങ്ങിയ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലെ പൂരപ്രധാനിയായിരുന്നു എന്ന്. ഏകദേശം 50 വയസ്സിന് മേൽ പ്രായമുള്ള സജയൻ ശക്തികുളങ്ങര ദേവിയുടെ പ്രിയപുത്രനാണെന്നും ഒന്നും എനിക്കന്ന് അറിയില്ലായിരുന്നു. ഇന്നത് ഓർക്കുമ്പോൾ എനിക്ക് വളരെ ആത്മാഭിമാനം തോന്നുന്നു. ആദ്യമൊക്കെ എനിക്ക് ഭക്ഷണപ്രിയനായ ആൾക്ക് ബ്രെഡും ബിസ്ക്കറ്റും ഒക്കെ അടുത്ത് ചെന്ന് കൊടുക്കാൻ പേടി തോന്നി. എങ്ങാനും എന്നെ ചുരുട്ടിക്കൂട്ടി കൊമ്പിന്മേൽ വെക്കാൻ വല്ലതും തോന്നിയാലോ. പക്ഷെ ചേട്ടൻ അങ്ങനെ ആയിരുന്നില്ല കേട്ടോ. ആൾ ഉണ്ടായിരുന്ന അത്രയും ദിവസവും ഉത്സവ പറമ്പിൽ പോയി സഞ്ജയിന് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുത്തുകൊണ്ടിരുന്നു. പുള്ളിക്കാരൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ തലയാട്ടി തുമ്പിക്കൈ ഉയർത്തി നമസ്കാരം പറയുന്ന ഒരു രീതിയാണ്. അത് കണ്ടു നിൽക്കാൻ തന്നെ എന്ത് രസമാണ്. ആളോടൊപ്പമുള്ള കുറച്ച് ദിനങ്ങൾ ഞങ്ങൾ ശരിക്കും ആസ്വദിച്ചു. ഏകദേശം 2 വർഷം മുൻപ് ഗ്ലൂക്കോമ ബാധിച്ച് 2 കണ്ണിൻ്റെയും കാഴ്ച പോകാൻ തുടങ്ങിയപ്പോൾ ഒരു നാട് മുഴുവൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചുവെന്നും
അതിൻ്റെ ഫലപ്രദമായ മരുന്ന് വേണ്ട സമയത്ത് സുമനസ്സുകളുടെ സഹായത്തോടെ കിട്ടിയെന്നും ഒക്കെയുള്ള വാർത്ത മനസ്സിനെ വല്ലാത്തൊരവസ്ഥയിലെത്തിക്കുന്നു. എത്രയൊക്കെ ആയാലും ഇന്ന് അറിയപ്പെടുന്ന കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആന എന്ന പ്രതിഭാസം ഒരു അത്ഭുതവും അഴകും തന്നെയാണ്. ഉത്സവങ്ങളിൽ ദൈവത്തോളം പ്രാധാന്യം കിട്ടുന്ന ഒരു ജീവിയും ഇതുപോലെ വേറൊന്നില്ല. ലക്ഷണമൊത്ത ആനയുടെ കൊമ്പും പിടിച്ചു നിൽക്കുക എന്നത് ഏതൊരു മലയാളിയുടെയും സ്വപ്നവും അതിലുപരി സ്വകാര്യ അഹങ്കാരവുമാണ്, അല്ലേ? നാളെ വെളുപ്പിന് നിങ്ങൾ വരും കേട്ടോ.